ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈനാസ്മലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് പുഴുങ്ങാൻ പോവുകയാണ്. നമ്മളല്ല, എൻ്റെ അമ്മയച്ഛനും വരുന്നുണ്ട്. അച്ഛൻ്റെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നടക്കാൻ തുടങ്ങുമ്പോൾ വന്ന് പുഴുങ്ങിയേക്കാവുന്നൊരു നേർച്ചയുണ്ട്. നമ്മുടെ കണിച്ചുളങ്ങര അമ്പലത്തിൽ ഉത്സവം കൂടി നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുഴുങ്ങാനും പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫാമിലി ആയിട്ട് പോവുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ കാത്തുമ്പിയെ നമ്മൾ ഇന്ന് അവിടെ ആക്കുവാണ്. നമുക്ക് അക്ഷയയിൽ പോയിട്ട് ആധാറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി അവളെ ആ സ്കൂളിൽ തന്നെ ചേർക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ നേരെ കണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് പോകണം. അതിനുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇപ്പോൾ കാണിച്ചു തരാം. കാത്തുൻ്റെ എല്ലാ സാധനവും എടുത്ത് നമ്മൾ കൊണ്ടുപോയി ആക്കിയേക്കുവാണേ. അവൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ മണഞ്ചേരി അവിടെ നിന്നാണ് പഠിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ ഒരു 2 ദിവസം കഴിയുമ്പോൾ കണിച്ചുളങ്ങര ഉത്സവം കഴിഞ്ഞ് നമ്മളും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ വീഡിയോസായിട്ട് പുറകെ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പോൾ ചേട്ടായി ഓട്ടോ വിളിക്കാൻ പോയിരിക്കും. ഇപ്പോൾ വന്നിട്ട് ചന്തയിൽ ഓട്ടോ വരുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം. ഞാനിപ്പോൾ എന്തെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. വീട്ടിൽ പോവല്ലേ? അവിടെ നിന്ന് പഠിക്കുന്നതാണോ ഇഷ്ടം? കാത്തുന്റെ ബാഗാണല്ലോ പോപ്പിൻസിന്റെ. ഇതിനകത്ത് എന്നാക്കിയുണ്ട് കാത്തു? പിന്നെ ഈ ലിപ് ബാം ഞാൻ കൊടുത്തതാണ്. ഇത് മറ്റേ ആയുർവേദ, അത് അതിൻ്റെ അകത്ത് വെച്ചോ? വിസ്ക് അല്ല, വിക്സ്. അതൊക്കെയാണ്. അപ്പൊ കാത്തു റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാത്തുമ്പിയുടെ ബാഗും സാധനങ്ങളും ഒക്കെ റെഡിയാണ്. അപ്പൊ നമ്മുടെ ശിവക്കുട്ടനും റെഡി ആയിട്ടുണ്ട്. ശിവക്കുട്ടന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുത്തത്. ശിവക്കുട്ടന്റെ ഈ ഡ്രസ്സ് നമ്മുടെ ലളിതാമ്മ വാങ്ങിച്ചു കൊടുത്തേണേ. നമ്മുടെ രമ്യമ്മയുടെ അമ്മ വാങ്ങിച്ചു കൊടുത്ത എന്റെ വല്യമ്മ വാങ്ങിച്ചു കൊടുത്തേണ് 1ാമത്തെ ബർത്ത്ഡേക്ക്. ഇത് കാത്തുന്റെ കൂടെയൊക്കെ കൊണ്ടുപോകെ കാത്തു. അപ്പം ഊതാതെ കാത്തു കേൾക്കാൻ പറ്റത്തില്ല പറയുന്നു. ശിവക്കുട്ട ഹായ് കൊടുത്തു. ശിവക്കുട്ട ഹായ്. നമ്മളിപ്പോ എവിടെ പോവേ? അമ്പായി പോണോ? അമ്പായി പോ എല്ലാത്തിനും ഇങ്ങനെ തലയായിട്ടേ. ഇത് നമ്മുടെ വർക്ക്ഷോപ്പാണ്. ഇവിടുത്തെ ചന്തയിലാണ്. ഇതാണ് ചന്ത. അപ്പോൾ ഇതിന് വർക്ക്ഷോപ്പിൻ്റെ മുന്നിലോട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഓട്ടോ വരുന്നത്. നമ്മൾ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. എപ്പോഴത്തെയും പോലെ നമ്മുടെ ചന്തയിൽ തന്നെയാണ് ഓട്ടോ വരുന്നത്. ഇത് നമ്മുടെ വർക്ക്ഷോപ്പാണ്. പക്ഷെ ഇതുവരെ കാത്തു ഉപ്പ് വീണന്. ഇതുവരെ ഓട്ടോ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഇതുവരെ വന്നിട്ടില്ല. നമുക്കിവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ലൈറ്റില്ല. നമ്മളിപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ശിവക്കുട്ടിന് കുറുക്ക് കൊടുത്തു. പിന്നെന്താ ക്രീം ബണ്ണും കട്ടൻ കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇവര് വന്നില്ലല്ലാടി. വരുവാ. അങ്ങനെ നിതിൻ്റെ ഓട്ടോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നേ. അങ്ങനെ ഓട്ടോ വന്ന സന്തോഷത്തിൽ നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോകുവാണ്. അപ്പോൾ ഓട്ടോ കുറച്ചുകൂടി പുറകോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ എളുപ്പമായതുകൊണ്ട് കുറച്ചുകൂടി ബാക്കിലോട്ട് ഓട്ടോ എടുത്തു. പിന്നെ ചേട്ടായി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളും ഓട്ടോയിൽ കയറി. അപ്പം നമ്മളിതേ ഓട്ടോയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഓട്ടോയുടെ പുറകിൽ നമ്മൾ നമ്മുടെ കാത്തുമ്പിയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5-6 സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിലേക്ക്. അപ്പോൾ അതെ ഞാനും എൻ്റെ കാത്തുമ്പി പോകുന്നത് എനിക്ക് എന്തോ ഒരു നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അവൾക്ക് പഠിക്കണമല്ലോ. അപ്പോൾ അവൾ പോട്ടെ. അപ്പം നമ്മളിതേ കണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ നമ്മൾ കുറേ നാൾ മുന്നേ ഞാൻ കാശിവക്കൂട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം എനിക്ക് മേലാതെയൊക്കെ വന്ന സമയത്ത് വിളിച്ചിട്ടുള്ളൊരു ചേട്ടനാണ്. പിന്നെ നമ്മൾ വിളിക്കുന്നത് ഈ ചേട്ടനെ വിളിക്കുന്നത് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ തൊട്ട് ഈ സൈഡിലൊക്കെ കാണുന്ന ഷീറ്റും ഓരോരോ കെട്ടിടങ്ങളൊക്കെ നമ്മുടെ അമ്പലത്തിൽ ചിക്കര ഇരിക്കുന്നതും ഭജന ഇരിക്കുന്നതുമായിട്ടുള്ള കുട്ടികളുടെയാണ്. ഈ സൈഡിലൂടെ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടോ? തലയിലും അരയിലും നമ്മൾ ചുവന്ന പട്ട് കെട്ടിയിട്ടുള്ള കുട്ടികളെയാണ് ചിക്കര കുട്ടികൾ. അപ്പോൾ 21 ദിവസം അവരവിടെ പിന്നെ ചിക്കര ഇരിക്കുന്നുണ്ട്. അത് നേർച്ചയാണ്. നമ്മുടെ കണിച്ചുളങ്ങര അമ്പലത്തിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ നേർച്ചയാണ്. പിന്നെ വലിയവർക്കാണെങ്കിൽ ഭജന ഇരിക്കാം. അപ്പോൾ അതെ ഈ സൈഡുകളിലൊക്കെ അമ്പലത്തിന് ചുറ്റും ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ചിക്കര കുട്ടികളുടെ ഒരു പിന്നെ ടെൻറ്റ് ഉണ്ടാവും. അതുപോലെ അവർ താമസിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ താമസ സ്ഥലങ്ങളും
പിന്നെ കടയായിരിക്കും. ഈ അമ്പലത്തിന് ചുറ്റും ഉള്ളിലും അതുപോലെ തന്നെ പുറത്താണെങ്കിലും നിറച്ച് കടയുണ്ട്. അങ്ങോട്ടുള്ള ആ സ്പേസൊക്കെ ചിക്കരൻ കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഭജനയിരിക്കുന്നവരുണ്ട്, പിന്നെ ഫുള്ള് കച്ചവടക്കാരുണ്ട്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കിഴക്ക് ഭാഗത്തായിട്ട് നമ്മുടെ പിന്നെ KSRTC ബസ് സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഈ അമ്പലത്തിലേക്കുള്ള ബസ്സായിരിക്കും കൂടുതലും. പിന്നെ നമ്മൾ ആ ഉത്സവ സമയങ്ങളിൽ നമ്മുടെ KSRTC ബസ് കുറച്ച് കൂടുതലുണ്ടാവും അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മളിത് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ വന്ന് ഈ ഒരു ഭജന ഇരിക്കുന്ന സ്പേസാണ് കേട്ടോ ഇത്. ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു അവിടെ ഭജന ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറി. പിന്നെ അതെ ആ ഭജന ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മുടെ അച്ഛനെ കണ്ടു കേട്ടോ ആദ്യം തന്നെ. പിന്നെ അമ്മ പുഴുങ്ങുമായിരുന്നു അകത്ത്. ഈ ഭാഗം നമ്മുടെ അമ്പലത്തിൻ്റെ വഴിപാട് കൗണ്ടറാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബെഞ്ചിൽ അച്ഛൻ ഇരിക്കുകയാണ്. അച്ഛൻ അങ്ങനെ എപ്പോഴും ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ അതേ പല പല കാര്യങ്ങൾ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നിറച്ചും കടകളാണ് അമ്പലത്തിനകത്തും പുറത്തും വഴിയോരങ്ങളിലും ഒക്കെ കടകളാണ്. അപ്പോൾ കാത്തുമ്പ് ഇതേ എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അവിടെ അപ്പായുടെ കൂട്ടത്തിൽ കയറി അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ദേ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട ഇത് നമ്മുടെ പുഴുക്കരി വെച്ചിട്ടാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിൽ നിന്ന് പച്ചരി പൊടിച്ച് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പുഴുക്കലരിയുടെ പൊടി വാങ്ങിച്ചിട്ട് കടയിലുണ്ടാവും. ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാ കടകളിലും അമ്പലത്തിൻ്റെ ഏരിയയിലുള്ള എല്ലാ കടകളിലും ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും പുഴുങ്ങുന്നതിനുള്ളത് ഉണ്ടായിരിക്കും. ഈ ചുറ്റും കാണുന്നത് പുഴുങ്ങാൻ വന്ന ആൾക്കാരാണ്. അമ്മയും അച്ഛനും ഒക്കെ രാവിലെ തന്നെ വന്നതുകൊണ്ട് നമുക്ക് വാതിക്കൽ തന്നെ അമ്പലത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തിലേക്ക് നമുക്ക് ഷെഡ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നടയുടെ വാതിക്കൽ തന്നെ വെച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പ് ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന ഉണ്ട ഏകദേശം വെന്ത് വരുന്ന സമയമാണിത്. പിന്നെ പുഴുക്ക് വഴിപാട് ഈ അമ്പലത്തിലെ പ്രധാന വഴിപാടാണ്. നമ്മുടെ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പുഴുക്ക് വഴിപാട്. ഈ ഉണ്ടയുടെ ടേസ്റ്റ് എൻ്റെ പൊന്നോ, ഇത് തിന്നാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പോകുന്നവരുമുണ്ട്. കാരണം അമ്പലത്തിൽ ഉത്സവ സമയങ്ങളിൽ മാത്രമല്ല 365 ദിവസം എല്ലാ ദിവസങ്ങളും വർഷത്തിൽ നമുക്ക് ഇങ്ങനെ പുഴുക്ക് വഴിപാട് നടത്താം. ഇപ്പം നമുക്ക് വയ്യാതിരിക്കുന്നതാണെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിച്ച് പുഴുക്ക് നേർച്ച നടത്തിയാൽ മതിയാകും. ഞങ്ങൾ അമ്മ പുഴുങ്ങുന്നത് ആക്സിഡൻ്റ് ആയതിനു ശേഷം അച്ഛന് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടന്ന് തുടങ്ങുമ്പോൾ വന്ന് പുഴുക്ക് നേർച്ച നടത്തിയേക്കാന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നേർച്ചയാണിത്. ഇത് പെറ്റമ്മയാണ്. ഞങ്ങൾ പെറ്റമ്മ എന്നാണ് കേട്ടോ വിളിക്കാറ്. അപ്പം നമ്മുടെ ശിവക്കുട്ടൻ ഫുൾ ടൈം നമ്മുടെ പെറ്റമ്മയുടെ കൂടെ ആയിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ മിണ്ടിയും പറഞ്ഞു നോക്കിയിരുന്നു. ശിവക്കുട്ടൻ നോക്കാത്ത ശിവക്കുട്ടൻ നോക്കാനില്ലെന്ന് ഭയങ്കര വന്നേനായിരുന്നു. അവർക്ക് നാളെ പരീക്ഷ വേണം. പരീക്ഷ തുടങ്ങി കഴിഞ്ഞൊരു ദിവസം ആയിരുന്നു. കാമ്പുത്സവത്തിൽ വരും അവര്. അങ്ങനെ പരീക്ഷ തീരാതെ എങ്ങനെയാണ് മക്കളെ? പിന്നെ നമ്മൾ ഈ പുഴുക്ക് വഴിപാടിന് നമ്മൾ കൂടുതലും തീ കത്തിക്കാൻ യൂസ് ചെയ്യുന്നത് കൊതുമ്പാണ്. കൊതുമ്പ് നമ്മുടെ ചുറ്റുമുള്ള കടകളിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ശർക്കര പാനിയാക്കിയതും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കപ്പലണ്ടി ചേർക്കാം. എല്ലാം പൊടിച്ച് ചേർക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിതിനെ ഏലയ്ക്ക അങ്ങനെ എല്ലാം ചേർത്ത് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന ഉണ്ടയാണ് പുഴുക്ക് വഴിപാട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും വെയിലത്തു നിന്നും പുഴുങ്ങുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്രൂട്ടി വാങ്ങാൻ ചേട്ടായിട്ട് കടയിൽ വന്നതാണ്. ലൈറ്റ് അടിച്ചിട്ടൊന്നും കാണാൻ മേലെ ഫ്രൂട്ടി കാണിക്കാൻ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അകത്തേക്ക് ഞാൻ പോയി. ഇവിടുത്തെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ആയുർവേദ മരുന്ന് കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ ഈ ഭജനശാലയിൽ ഭജന ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ചിക്കരക്കുട്ടികൾക്കാണെങ്കിലും മരുന്ന് കൊടുക്കുന്നത് സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ആയുർവേദമെങ്കിൽ നമുക്ക് അമ്മൂമ്മമാർ പ്രായമുള്ളവരൊക്കെ ഭജന ഇരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ഇവിടെ കിട്ടും. അവിടെ എപ്പോഴും ഒരു നേഴ്സ് ഉണ്ടായിരിക്കും. എപ്പോഴും ഉണ്ടാവും ഒരു ഡോക്ടറും നേഴ്സും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ ചിക്കരക്കുട്ടികൾ. ഇവിടെ നമ്മൾ വെറുതെ വന്നിരുന്നാലും
ചുറ്റും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാവേ. കാരണം ചിക്കര കുഞ്ഞുങ്ങൾ ഓടുന്നത്, അവരുടെ കളികളും പിന്നെ ഓരോ കുഞ്ഞുങ്ങൾ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അന്യസംസ്ഥാന കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, അതും അവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തോന്നും. പിന്നെ ശിവക്കുട്ടൻ കുറേ നേരം പിന്നെ അപ്പായിയുടെ കൂടെയാണ് കേട്ടോ. അവർ വിളിക്കുന്നത് അപ്പായി എന്നാണ്. എൻ്റെ അച്ഛനാണിത്. അച്ഛൻ കാലിലും ഏതെങ്കിലും ശിവക്കുട്ടനാണെങ്കിൽ അവിടെ നിന്ന് വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ ശിവക്കുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മിഠായി ഇല്ലേ, അത് അവിടെ നമുക്ക് ഒരുപാട് പേരിങ്ങനെ ചിക്കര കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ പലരും ചിക്കര കുഞ്ഞുങ്ങൾക്കും അതുപോലെ അവിടെ ഇപ്പോൾ കാത്തുമ്പിക്കും നമ്മുടെ വാവക്കും ഒക്കെ കുറേ മിഠായികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കോലുമിഠായി, അങ്ങനെ കുറേ മിഠായികൾ. ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുവാണ്. പിന്നെ ഈ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. എല്ലാവർക്കും കുടിവെള്ളമുണ്ട്. ഇത് പല പല ഭാഗത്തായിട്ട് ഇങ്ങനെ നമുക്ക് കുറേ ടിന്നും വെള്ളമൊക്കെ കാണാം. ഈ വെച്ചിരിക്കുന്ന ഗ്ലാസ് എടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാം. പിന്നെ അത് ദേവസ്വം പൂജാ കൗണ്ടറും ഇപ്പുറത്ത് പോലീസിൻ്റെ ആ ഒരു കൺട്രോൾ റൂമും കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളും അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിച്ച് ദേവിക്ക് കൊടുക്കാം. പിന്നെ അച്ഛൻ കുറച്ച് അമ്പലത്തിൽ നടന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു നേർച്ചയായിരുന്നു. അച്ഛൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വന്ന് പുഴുക്ക് നേർച്ച നടത്തിയേക്കാമെന്നായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. അപ്പം അതിനുവേണ്ടി ആ ഒരു വഴിപാടിനാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അച്ഛൻ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ശിവക്കുട്ടൻ കൂടുതൽ സമയവും അമ്മാമ്മയുടെ കൂടെ ആയിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഓട്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പല പല ആൾക്കാർ വന്നിട്ട് നമുക്കിങ്ങനെ ഇപ്പോൾ അമ്മമാരും കുറേ ചേച്ചിമാരും ഒക്കെ വന്ന് ഇങ്ങനെ മിഠായി കൊടുക്കും. കാത്തുമ്പിക്ക് ഇന്ന് 5-6 മിഠായി കിട്ടി കേട്ടോ. പിന്നെ കോലുമിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ട മിഠായി കാണിക്കുന്നുണ്ട് അവൾ. അങ്ങനെ അതിൻ്റെ മിഠായികൾ ഒരുപാട് എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നതിലൂടെ അതൊരു നേർച്ചയൊന്നുമല്ല, അതൊരു ചിക്കര ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കത്തില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ ശിവക്കുട്ടൻ അവിടെ ഇവിടെയൊക്കെ നല്ല ഓട്ടമാണ്. ആ ശിവക്കുട്ടൻ്റെ പുറകെ ഓടിയാണ് അമ്മാമ്മ തളർന്നു ഒരുവിധം അവൻ്റെ കൈ പിടിച്ച അവസാനം. കാരണം അവനാണെങ്കിൽ വിടേണ്ട താമസം ഭയങ്കര ഓട്ടമാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാവരും ഈ സൈഡിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് നിതിൻ ഇവിടെ പാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പണിക്ക് വരാൻ നേരത്ത് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊച്ചിനെ. ഈ കൊച്ചാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിതിന് കൊടുക്കുമെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. കാരണം വളയും മാലയൊക്കെ അണ്ണാന്നും പറഞ്ഞ് പുറകെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശിവക്കുട്ടൻ അടുത്ത മിഠായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ട ഭയങ്കര വില്ലനാണ്. പിന്നെ അമ്മാമ്മ ഒരുവിധം പിടിച്ച് വെച്ച് കൊണ്ട് നടക്കുവാണ്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പോയി കൊച്ചിനെ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. പിന്നെ നമുക്ക് വീഡിയോ കൂടി എടുക്കണമല്ലോ. പിന്നെ നമ്മുടെ ശിവക്കുട്ടൻ ആ ഒരു മിഠായി അവന് വേറൊരു ചേട്ടന് വേണമെന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം നീട്ടിയിടാ. ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ അവസാനം അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് അമ്മാമ്മയെ ശിവക്കുട്ടനും കൂടി പിന്നെയും നടക്കാൻ പോയി. പിന്നെ അപ്പോൾ അവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിതിൻ വേഗം പോയി അവനെ വിളിച്ചുകൊണ്ടൊന്ന് വന്നതായിരുന്നു എൻ്റെ അടുത്ത്. അവനോട് വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പിന്നെ അവനോട് പറഞ്ഞ് വൈകിട്ട് വീഡിയോ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനാക്കാൻ വേണ്ടിയിട്ട് നിതിൻ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ നിതിൻ പണിക്ക് വന്നു കഴിഞ്ഞാൽ അവനും അവൻ്റെ ചേട്ടനും എപ്പോഴും നിതിൻ്റെ പുറകെ ഉണ്ടാകും, നിതിൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ നമ്മുടെ അച്ഛനും കാത്തുമ്പിയും അമ്മമ്മയും അതുപോലെ തന്നെ നമ്മുടെ ശിവക്കൂട്ടനും ഒക്കെ കൂടിയിട്ട് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊരു രസം തോന്നി കേട്ടോ. ഇവർ 4 പേരും തമ്മിലുള്ളൊരു കോമ്പോ തന്നെ. പക്ഷേ അമ്മമ്മയുണ്ട്, എൻ്റെ അമ്മയുടെ അമ്മയുണ്ട്, പിന്നെ ഇവിടെ മരുമകളുണ്ട്, പിന്നെ പേരൊക്കെ ഇട്ട് അങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഉണ്ട നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചൊന്നും നോക്കാൻ പാടില്ല, രുചിച്ച് നോക്കാൻ പാടില്ല, മധുരം ഉണ്ടോ അങ്ങനെ ഒന്നും നോക്കാൻ പാടില്ല. അതെല്ലാം ഒരു കൃത്യമായ ഏകദേശ അളവിലാണ് നമ്മൾ അത് ഉണ്ട റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഉണ്ട ഇതുപോലെ ഒരു 3 ഒറ്റ സംഖ്യയുടെ ഇതിൽ ഉണ്ട എടുത്തിട്ട് നമ്മളിത് ഇവിടെ വഴിപാട് നടത്തിയിട്ട് ഇവിടെ എടുത്തുകൊണ്ട് വെക്കണം. അപ്പോൾ ഈ ഒരു ശാന്തി നമുക്ക് പിന്നെ പ്രാർത്ഥിക്കും. ആദ്യം തന്നെ നമ്മളൊരു പുഴുക്ക് നേർച്ചയ്ക്ക് റെസിപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു ഉണ്ട നമുക്ക് തിരിച്ചു കിട്ടും. ഈ ഉണ്ട ബാക്കിയുള്ള ഉണ്ടകൾ അവിടെ തന്നെ വിതരണം ചെയ്തു അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കട്ടെ അവർ. പിന്നെ ഈ ഉണ്ട കൊണ്ടുവന്ന് നമ്മൾ ബാക്കിയുള്ള ഉണ്ടയിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് ബാക്കിയുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ. പിന്നെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ അടുത്തുള്ള എല്ലാ വീടുകളിലും ആ നേർച്ച കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ അപ്പിയാണ് കേട്ടോ. ഈ പച്ച ചുരിദാർ ഇട്ടിരിക്കുന്നത്, പച്ച ഷാൾ ഇട്ടിരിക്കുന്നത് എൻ്റെ അപ്പി. അച്ഛൻ്റെ ഏറ്റവും ഇളയ പെങ്ങളാണ്. അച്ഛൻ്റെ 2 പെങ്ങളുണ്ട്, അതിൽ ഏറ്റവും ഇളയ പെങ്ങളാണ്. അപ്പം അപ്പിയും കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചിയും പിന്നെ കൂടെയുള്ളത് അപ്പച്ചിയുടെ നാത്തൂനാണ്, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ അവർ 2 പേരും കൂടിയിട്ട് ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് പറയാം പിന്നെന്താ ഞാനത് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരിതേ വന്ന് ഉണ്ടയും കുരുക്കുമൊക്കെ കഴിക്കുവാണ്.
സത്യം പറയാലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ശർക്കരയിൽ നമ്മൾ ഈ ഉണ്ട വെള്ളത്തിൻ്റെ ഫാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ചിക്കര കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് നമ്മളെ ഉണ്ട പുഴുങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പുഴുക്ക് ഉണ്ട വാങ്ങാനായിട്ടും വരും. ഞങ്ങളുടെ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കണിച്ചുകുളങ്ങര അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പുഴുങ്ങുന്ന സ്ഥലത്തേക്കായിരിക്കും ആദ്യം ഓടാറുള്ളത്. അത് വലിയവരായാലും ചെറിയവരായാലും പ്രായഭേദമന്യേ ഈ ഒരു സംഭവം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. പിന്നെ അതേ നമ്മളെല്ലാ സാധനങ്ങളും പുഴുങ്ങി പാത്രങ്ങളൊക്കെ കഴുകി കാത്തൂൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അടുത്ത് കൊണ്ടുപോയി നമ്മുടെ പാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് കാത്തൂന് നമ്മളൊരു പാദസരം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് അമ്മയും കൂടി വാങ്ങിച്ചു കൊടുത്തതാണ്. ഞങ്ങൾ ആദ്യം കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഒരു വയലറ്റും പിന്നെ ഒരു റെഡും, ആ ഒരു കോംബോ, ആ ഒരു പാദസരം അവൾക്ക് അതൊന്നും കട്ട് ചെയ്യണമായിരുന്നു. കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ആ ഒരു കട്ട് ചെയ്തിട്ട് തന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടോ. അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെയാണ്. 5 മാമന്മാരിൽ ഏറ്റവും ഇളയതാണിത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവക്കുട്ടിനെ കണ്ടോ, ഒരു കോലുമിഠായി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോരുത്തർ കൊടുക്കുമെന്ന്. അങ്ങനെ അതേ കോലുമിഠായും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചപ്പി ഇതേ അവൻ്റെ ഡ്രസ്സ് മുഴുവൻ അതാണ്. പിന്നെ അവരുടെ കൂടെ പോകാഞ്ഞിട്ടായിരുന്നു. പിന്നെ നമ്മളെങ്ങനെയോ പുറത്തേക്ക് പിടിച്ച് വലിച്ചെടുത്ത് പിന്നെ പെറ്റമ്മ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഉമ്മയൊക്കെ കൊടുത്ത് അവൾക്കും ഹായ് പറഞ്ഞു. അവൾ ഫുൾ ഹാപ്പിയാണ്. അവൾക്ക് അല്ലെങ്കിൽ മണഞ്ചേരി വീട്ടിൽ നിൽക്കുന്നത്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവിടെ കുറേ കളിക്കാനും ചുറ്റും ആൾക്കാരുള്ളതുകൊണ്ട് അവളെ താങ്ങാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ അവൾക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞങ്ങളും പെട്ടെന്ന് തന്നെ, നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സൊന്നും കാത്തു നിൽക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഉണ്ടയും വെള്ളമൊക്കെ ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ എൻ്റെ അമ്മ പുഴുങ്ങിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ നമ്മൾ അരിപ്പൊടി കൊണ്ട് പുഴുങ്ങുന്നതിനേക്കാളും പുഴുക്കൽ അരി വെച്ച് പുഴുങ്ങുന്ന പുഴുക്കുണ്ട്, അതാണ് പുഴുക്കുണ്ട ശരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ഉണ്ടയ്ക്കും ഉണ്ട വെള്ളത്തിനും. പിന്നെ അതേ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് ഓട്ടോയിലേക്ക് വീട്ടിലേക്ക് പോവുകയാണ്. ഓട്ടോ പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ ഒരു അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വീഡിയോ എടുത്താലും തീരാത്തത്രത്തോളം കാഴ്ചകളുണ്ട്. ഇതൊക്കെ ശരിക്കും കൂടുതലും കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം വൈകിട്ടാണല്ലോ കട തുറക്കുന്നത്. വൈകിട്ട് വന്നാലേ ഇതിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഏകദേശം ചുമ്മാ ഒന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. അപ്പം അതെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഈ കാണുന്നതൊക്കെ ചിക്കരക്കുട്ടികളുടെ ടെൻറ്റാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പതിയാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാണാൻ പറ്റും. ഈ കടകളൊക്കെ ഈ സൈഡിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. 2 സൈഡിലും ഉണ്ടായിരുന്നു, 2 സൈഡിലെയും കടകളുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ശിവക്കുണ്ടം കണ്ടോ, ഉറക്കവും വരുന്നുണ്ട്. ഇത് അനങ്ങുന്നില്ല. ഈ കോലുമിഠായും പിടിച്ചിട്ട് അത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ അത് കൊടുത്തിട്ട് ഇതേ അതുപോലെ മിണ്ടാതെ അത് നോക്കിക്കൊണ്ടിരുന്നു ഉറങ്ങുവാണ്. ആ വഴി വെക്കണവനൊന്നും അറിയാത്ത രീതിയിൽ നിൽക്കുക. അത് കഴിച്ച് ആ ഉടുപ്പ് മുഴുവൻ കണ്ടോ, ഇത് നാക്കിലും ആ ഒരു കളറായി. ഉടുപ്പ് മൊത്തം ഇങ്ങനെ പറ്റിയിട്ട് ഞാൻ പിന്നെ കറയാകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതങ്ങ് ഊരി കേട്ടാ. പിന്നെ ഞങ്ങളുടെ ഉടുപ്പിലോട്ട് പറ്റുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അത് ഊരിത് കണ്ടോ. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് ഉടനെ കഴുകി വെട്ടണം. അങ്ങനെ നമ്മുടെ ശിവക്കൂട്ടൻ്റെ ഉടുപ്പ് അങ്ങ് ഊരി. നിക്കറിലും ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ. പിന്നെ വലിയ കറയൊന്നും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഉണ്ടയും വെള്ളവും ഉണ്ടയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചേട്ടൻ്റെ വീട്ടിൽ കൊടുക്കണം. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരെ ടാറ്റാ.